അത്യാവശ്യം ന്യൂ ആയിട്ടുള്ള ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ ഇപ്പം പാടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് വേണ്ടിയിരുന്നു പാടാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത്യാവശ്യം കുറച്ച് പേർക്ക് പാടിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു ഡ്രീം ഉണ്ടല്ലോ നമുക്ക്, ഇനി എനിക്കൊരു ഇന്നയാളുടെ കൂടെ പാടിയാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ളത് പറഞ്ഞ പോലെ അങ്ങനത്തെ. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വിദ്യാജിക്ക് വേണ്ടി ഒരു പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതെന്തെങ്കിലും നടക്കുമെന്നും അറിയില്ല. എന്നാലും കാരണം ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന സംഗീത സംവിധായകനാണ് വിദ്യാജി. പിന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ ഒരു റാപ്പ് ആ ഒരു ട്രെൻഡിലാണ് നമ്മുടെ മ്യൂസിക് ജോണർ കംപ്ലീറ്റ്ലി ഇപ്പം ആ ഒരു ട്രെൻഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്റ്റിൽ സമാധാനം ആഗ്രഹിക്കുമ്പോൾ ആളുകൾ ഇപ്പോഴും ജോൺസൺ മാഷിനെയും സാറിനൊക്കെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ബാൻഡ് ഉണ്ട്. അപ്പോൾ എൻ്റെ ബാൻഡിലെ സോങ്സ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഈ ഇത്തരത്തിൽ ആളുകൾ വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പം നമ്മൾ കുറേ കാലത്തിന് മുമ്പ് കേട്ടിട്ട് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു കാലഘട്ടം തന്നെ, ഇപ്പൊ ഞാൻ വള്ളിനിക്കറൊക്കെ ഇട്ട് കിടക്കുന്ന ഒരു സമയത്ത് കേട്ട പാട്ടുകൾ, മണിമുറ്റത്താ മണിപ്പന്തൽ, ഈ പാട്ടൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോഴും ഞാൻ ആ മുറ്റത്തോട് ഓടി കിടക്കുന്നതൊക്കെ എന്റെ ഓർമ്മ വരും. കാരണം അന്ന് വീട്ടിൽ ടൈപ്പ് റെക്കോർഡറിൽ ഇങ്ങനെ വെച്ച് ഈ പാട്ട് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ കാലഘട്ടം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന പാട്ടുകൾ ഒരുപാടുണ്ട്.